ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് സാധ്യതാ പട്ടിക ചുരുക്കി. മുഖ്യ പട്ടികയിൽ 1099 പേർ. റിപ്പോർട്ട് ചെയ്തത് 213 ഒഴിവ്. സർവകലാശാലകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് നിയമനത്തിനുള്ള PSCയുടെ ആദ്യ സാധ്യതാ പട്ടികയിൽ 2321 പേർ. മുഖ്യ പട്ടികയിൽ 1099 പേരും സമുദായ സംവരണ ഉപപട്ടികയിൽ 1178 പേരും ഭിന്നശേഷി ഉപപട്ടികയിൽ 44 പേരും ഉൾപ്പെട്ടു. 81 മാർക്കാണ് കട്ട് ഓഫ്. സാധ്യതാ പട്ടിക ചെറുതാക്കാനാണ് ഉയർന്ന കട്ട് ഓഫ് മാർക്ക് സ്വീകരിച്ചത്. സർവകലാശാലകൾ നിയമനത്തിനുള്ള ആദ്യ പട്ടികയായതിനാൽ 2000 പേരെങ്കിലും മുഖ്യ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. സർവകലാശാലകൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതാണ് സാധ്യതാ പട്ടിക ചെറുതാക്കാനുള്ള പ്രധാന കാരണം. സാധ്യതാ പട്ടികയിലുള്ളവരുടെ രേഖാപരിശോധന നടത്തി റാങ്ക് പട്ടിക തയ്യാറാക്കും. അതിന് 3 മാസത്തോളം വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. യോഗ്യത സംബന്ധിച്ച് കേസുള്ളതിനാൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിച്ചത്. റാങ്ക് പട്ടിക തയ്യാറാക്കിയും നിയമന ശുപാർശ നൽകുന്നത് കോടതിയുടെ അന്തിമ വിധിക്ക് ശേഷമായിരിക്കും. റാങ്ക് പട്ടിക തയ്യാറാക്കിയും നിയമന ശുപാർശ നൽകുന്നതും കോടതിയുടെ അന്തിമ വിധിക്ക് ശേഷമായിരിക്കും. ഒഴിവ് അറിയിച്ചത് 8 സർവകലാശാലകൾ. 8 സർവകലാശാലകളിൽ നിന്ന് ഇതുവരെയായി ആകെ 213 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർവകലാശാല റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ: MG സർവകലാശാല 60, വെറ്റിനറി 53, കണ്ണൂർ 30, ശങ്കരാചാര്യ സംസ്കൃതം 23, കാലിക്കട്ട് 19, ആരോഗ്യം 17, കാർഷികം 6, കുഫോസ് 5. ഏറ്റവും കൂടുതൽ ഒഴിവുള്ളതായി കണക്കാക്കുന്ന കേരള സർവകലാശാല ഒരെണ്ണം പോലും റിപ്പോർട്ട് ചെയ്തില്ല. ശാസ്ത്രം, ക്യുസാറ്റ്, സാങ്കേതികം, ടെക്നിക്കൽ, നിയമം, മലയാളം എന്നീ സർവകലാശാലകളും ഒഴിവ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇവ കൂടി ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ കുറേ കൂടി വലിയ സാധ്യതാ പട്ടിക PSC പ്രസിദ്ധീകരിക്കുമായിരുന്നു എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അടുത്ത 3 വർഷത്തേക്ക് 13 സർവകലാശാലകളിലും ഉണ്ടാകാനിടയുള്ള മുഴുവൻ ഒഴിവുകളും നികത്താനാവുന്ന വിധം വിപുലമായ സാധ്യതാ പട്ടിക തയ്യാറാക്കണമെന്നാവശ്യപ്പെട്ട് പരീക്ഷ എഴുതിയ PSCക്ക് നിവേദനം നൽകിയിരുന്നു. വർഷങ്ങളായി തസ്തികയിൽ സ്ഥിര നിയമനം നടക്കുന്നില്ല. എല്ലായിടത്തും താൽക്കാലികക്കാരെയാണ് ജോലി ചെയ്യുന്നത്. ലാസ്റ്റ് ഗ്രേഡായിട്ടും 2 ഘട്ട പരീക്ഷ. ഈ തസ്തികയുള്ള ആദ്യ വിജ്ഞാപനമാണ് PSC 2022 പ്രസിദ്ധീകരിച്ചത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമുണ്ടായ വിജ്ഞാപനത്തിന് നിരവധി പേർ അപേക്ഷിക്കുകയുണ്ടായി. ലാസ്റ്റ് ഗ്രേഡ് തസ്തികയായിട്ട് 2 ഘട്ട പരീക്ഷ PSC നടത്തി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായി 5 ഘട്ടമായാണ് പ്രാഥമിക പരീക്ഷ നടത്തിയത്. 3.35 ലക്ഷം പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയതിൽ 2.23 ലക്ഷം പേർ പ്രാഥമിക പരീക്ഷ എഴുതി. ഇവരിൽ 52,879 പേർ പ്രാഥമിക പരീക്ഷ വിജയിച്ചു. അവർ കഴിഞ്ഞ ഫെബ്രുവരി 7 മുഖ്യ പരീക്ഷ നടത്തി. 48,513 പേർ മുഖ്യ പരീക്ഷ എഴുതി. അതിൻ്റെ അന്തിമ ഉത്തരസൂചിക മാർച്ച് 7 പ്രസിദ്ധീകരിച്ചു. 6 ചോദ്യങ്ങൾ ഒഴിവാക്കിയും 3 ചോദ്യങ്ങൾ ഉത്തരങ്ങൾ തിരുത്തിയും 94 മാർക്കിന് മൂല്യനിർണ്ണയം പൂർത്തിയാക്കി. അപ്പോഴേക്കും കോടതിയുടെ ഇടപെടലുണ്ടായി. ബിരുദധാരികളെ ഈ തസ്തികയ്ക്ക് വിലക്കിയിരുന്നു. വിശേഷാൽ ചട്ടത്തിലെ വ്യവസ്ഥയനുസരിച്ചാണ് PSC അങ്ങനെ ചെയ്തത്. അതിനെതിരെ ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.